തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ആർ. ശ്രീലേഖ. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ്. അവസാന നിമിഷം കാര്യങ്ങൾ മാറിയെന്നും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും ശ്രീലേഖ പറഞ്ഞു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആർ. ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിലുള്ള തന്റെ അതൃപ്തി പരസ്യപ്പെടുത്തിയത്. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും, അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. ഇതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ അവസാന നിമിഷം മാത്രമാണ് മേയർ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയത് എന്ന വിവരം അറിഞ്ഞതെന്നും ശ്രീലേഖ പ്രതികരിച്ചു. വി. രാജേഷിനെ മേയറായി തെരഞ്ഞെടുത്ത ബി.ജെ.പി. തീരുമാനത്തിലുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് ഇതിലൂടെ ശ്രീലേഖ പ്രകടിപ്പിച്ചത്. ഇങ്ങനെ ഒരു പരിഗണന ആദ്യം ഉണ്ടായിരുന്നു, അത് ഇലക്ഷന്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസാന നിമിഷം മാത്രമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സമന്വയ ചർച്ചയ്ക്കും പിന്നെ പാർട്ടിയുടെ നേതൃത്വം എടുത്ത തീരുമാനത്തിൻ്റെയും പുറത്താണ് അങ്ങനെ വി. രാജേഷ് ആയിരിക്കും മേയർ എന്ന് പറഞ്ഞത്. എനിക്കിനിയിപ്പോൾ ഒരു മത്സരത്തിന് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല. ഡെപ്യൂട്ടി മേയർ സ്ഥാനം തനിക്ക് ഓഫർ ചെയ്തിരുന്നില്ലെന്നും മേയർ സ്ഥാനത്തേക്കുള്ള തീരുമാനത്തെ താൻ അംഗീകരിക്കുന്നതായും ശ്രീലേഖ പറഞ്ഞുവെക്കുമ്പോൾ പക്ഷേ ബി.ജെ.പിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്കാണ് ഇത് തുടക്കം കുറിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.